സാർ, ഉണ്ട്. കേരളത്തിലെ കൃഷിഭൂമിയുടെ ദൗർലഭ്യം, ഉയർന്ന ജനസാന്ദ്രത, ഉൽപ്പാദന ഘടകങ്ങളുടെ വിലവർധനവ്, ഉയർന്ന കൂലി നിരക്ക് എന്നിവ കേരളത്തിൻ്റെ കാർഷിക ഉൽപ്പാദനത്തെ ദോഷകരമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ ലഭ്യമായ കൃഷിഭൂമി പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത്. കേരളത്തിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് ഉൽപ്പാദനം നടത്താൻ മേൽഘടകങ്ങൾ തടസ്സമായി നിൽക്കുന്നതിനാലാണ് കേരളം ഭക്ഷ്യവസ്തുക്കൾക്കായി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതിക്ഷോഭം എന്നിങ്ങനെയുള്ള കാരണങ്ങളാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കൃഷി നശിക്കുന്ന സാഹചര്യങ്ങളിൽ കേരളത്തിലും ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതക്കുറവും അതുവഴി വിലക്കയറ്റവും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ്, മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ സർക്കാർ നടത്തുന്ന ശക്തമായ വിപണി ഇടപെടലിലൂടെ പൊതുവിപണിയിലെ വിലക്കയറ്റം വലിയ തോതിൽ നിയന്ത്രിക്കുവാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സർ, ഉണ്ട്. സംസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം സംബന്ധിച്ച വിവരങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി 23/11/2023 ഗവൺമെൻറ് ഓർഡർ പ്രകാരം ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി സംസ്ഥാനതല കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ മാസവും യോഗങ്ങൾ ചേർന്ന് സമർപ്പിക്കുന്ന ശുപാർശകൾ സഹിതമുള്ള റിപ്പോർട്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ഉന്നതതല കമ്മിറ്റിക്ക് ലഭ്യമാക്കുന്നുമുണ്ട്. സർ, ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പൊതുവിതരണ, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ, റവന്യൂ, പോലീസ് എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പൊതുവിപണികളിൽ പരിശോധന നടത്തിവരുന്നു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ജില്ലകളിൽ 3450 പരിശോധനകൾ നടത്തിയതിൽ 372 ക്രമക്കേടുകൾ കണ്ടെത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടുകൂടി സപ്ലൈകോ നടത്തിവരുന്ന വിപണി ഇടപെടൽ മൂലം 13 അവശ്യ സാധനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി സബ്സിഡി നൽകി പൊതുവിപണിയേക്കാൾ ശരാശരി 25% വിലക്കുറവിൽ വിതരണം നടത്തിവരുന്നു. കൂടാതെ സംസ്ഥാനത്തെ ജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഇനം അരി റേഷൻ കടകൾ വഴി കൂടുതൽ അളവിൽ വിതരണം നടത്തിയത് സംസ്ഥാനത്തെ അരിവില പൊതുവിപണിയിൽ ഉയരുന്നത് തടയാൻ സാധിച്ചിട്ടുണ്ട്. സാർ, ടേബിൾ ചെയ്യുന്നോ? ബാക്കി ടേബിൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു.